നമുക്കിന്ന് ഒട്ടും കയ്പില്ലാതെ നാരങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത നാരങ്ങയാണ്. വെള്ളമെല്ലാം നന്നായി ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നാരങ്ങയ്ക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവുകയില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി ഒന്ന് തുടച്ചെടുത്തതാണ്. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തട്ടി കൊടുക്കണം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ഉടനെ തന്നെ നമ്മൾ അച്ചാറിടുകയാണ് ചെയ്യുന്നത്. ചട്ടി ചൂടായതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത്രയും മതിയാകും. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. നാരങ്ങ ചേർക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കാന്താരി പൊട്ടി പുറത്ത് വീഴാതെ നോക്കണം. മുളകെല്ലാം ഇപ്പം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നാരങ്ങ ഒന്നുകൂടി ഒന്ന് അഴുകി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.